പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും എൻ്റെ തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ സ്ഥലത്തും ഈ ഏപ്രിൽ മാസത്തിൽ ഉത്സവങ്ങൾ നടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എല്ലായിടത്തും പൊടിപൂരമായി തകർത്ത് ഉത്സവങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില അറിവുകൾ എന്നിലേക്ക് ഞാൻ പഠിച്ചതും കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കുറച്ചറിവുകളുണ്ട്. അത് എൻ്റെ ശ്രോതാക്കൾക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഒരറിവും ചെറുതല്ല. എല്ലാവരും ആ അറിവ് ഉൾക്കൊള്ളണം. ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ അത് സ്വീകരിക്കണം എന്നൊരപേക്ഷ കൂടി ഉണ്ട്. ഭാരതത്തിലെ ദൈവവിശ്വാസത്തിൻ്റെ 3 അടിത്തറകൾ ഒത്തിണങ്ങിയ ഒരു പുണ്യസ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രം എന്ന വാക്കിന് ഈ 3 അടിത്തറകൾ സത്യം, ശിവം, സുന്ദരം എന്ന് തന്നെയാണ്. ക്ഷേത്രമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് പ്രാർത്ഥനയാണ്. നല്ല പ്രാർത്ഥനകൾ എല്ലാവരും പഠിച്ചു വെക്കുന്നു, ക്ഷേത്രങ്ങളിൽ പാടുന്നു, സന്ധ്യാനാമങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു. അതെല്ലാം പ്രാർത്ഥന തന്നെയാണ്. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മനുഷ്യ മനസ്സിൽ സംസ്കാരം വളരാനാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന് തന്നെയാണ് അതിൻ്റെ നന്മയും തിന്മയും, അല്ലാതെ വേറെ ആർക്കുമല്ല. ആരാണോ ഭക്തിപുരസരമായി പ്രാർത്ഥിക്കുന്നത്, വാക്കുകളുടെ അർത്ഥം ഉൾക്കൊണ്ട് അതിൻ്റേതായ അർത്ഥശുദ്ധിയോടുകൂടി വാക്ശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടുള്ള നേട്ടവും കോട്ടവും പ്രാർത്ഥിക്കുന്നവന് തന്നെയാണ്. വരപ്രസാദിനിയായ വാണീപ്രസാദിനിയായ സരസ്വതീ ദേവിയുടെ 2 സ്ഥലങ്ങളിൽ ഒന്ന് സംഗീതവും മറ്റേത് സാഹിത്യവുമാണ് എന്ന് പറയാറുണ്ട്. അതൊരു വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ സംഗീതവും സാഹിത്യവും സ്ഫുടതയും അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രം എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. എല്ലാ പദങ്ങൾക്കും ഉള്ള പോലെ ക്ഷേത്രം എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. അതെന്തെന്നാൽ ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യുക എന്നാണ്. ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, ക്ഷയിച്ച് പോവുക എന്നാണ് അർത്ഥം. ആ ക്ഷയത്തിൽ നിന്നും മോചനം തേടുക എന്നതാണ് ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം. മനുഷ്യനാണ് ക്ഷേത്രം നിർമ്മിച്ചത്, മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രം ഈ ക്ഷയങ്ങൾ 2 തരമുണ്ട്. മനുഷ്യനിൽ 2 തരം ക്ഷയങ്ങൾ ഉണ്ട്. ആന്തരികമായ ക്ഷയം, ബാഹ്യക്ഷയം. ഇത് രണ്ടുമാണ് മനുഷ്യനുള്ള ക്ഷയങ്ങൾ. അപ്പോൾ ബാഹ്യമായ ക്ഷയം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ക്ഷയമാണ്. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ പൗരാണികർ, നമ്മുടെ പണ്ടുള്ള മനുഷ്യർ, നമുക്കുടെ പൂർവികർ നമുക്ക് വേണ്ടി അവർ ശരീരത്തിൻ്റെ ക്ഷയം ഇല്ലാതാക്കാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ജനിച്ചപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായി ഉള്ള കാര്യം ആഹാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കെല്ലാം അറിയാം, ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഭൂമി കാണുന്ന ഉടനെ ആ കുഞ്ഞ് നിലവിളിക്കും. അത് കുട്ടിക്ക് ആഹാരം കിട്ടാൻ തന്നെയാണ്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏറ്റവും ആദ്യം ആഹാരം തന്നെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ശാരീരികമായ ബാഹ്യമായ ക്ഷയത്തിൽ നിന്ന് മോചനം നേടാൻ ആഹാരം അത്യാവശ്യമാണെന്ന് നമ്മുടെ പൗരാണികൾ മനസ്സിലാക്കി. അവർ അത് തേടി അതുണ്ടാക്കുക. കായികനികൾ ഭക്ഷിച്ചെങ്കിലും പിന്നീട് അത് ധാരാളം ആവശ്യാനുസരണം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൃഷിസ്ഥലങ്ങളും വയലുകളും ഉണ്ടാക്കി. അങ്ങനെ അവിടെ കൃഷി ചെയ്തു. ആദ്യം കൃഷി തന്നെയാണ് ചെയ്തത്. ആ കൃഷിയുടെ ഫലമായി ഈ കാണുന്ന എല്ലാ പുരോഗതിയും, മനുഷ്യൻ്റെ എല്ലാ പുരോഗതിയും കൃഷിയിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ്. അങ്ങനെ ബാഹ്യമായ ആ ഒരു ക്ഷയം ഇല്ലാതാവാൻ മനുഷ്യൻ പരിശ്രമിച്ച് പലതും കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ അവന് സമൃദ്ധി ഉണ്ടായി, ക്ഷേമമുണ്ടായി, എല്ലാം കണ്ടുപിടിച്ചു. ആവശ്യമുള്ള സാഹചര്യത്തിനനുസരിച്ച് എല്ലാം കണ്ടുപിടിച്ചു. ആഹാരം, വസ്ത്രം, പാർപ്പിടം, പിന്നെ പലതരത്തിലുള്ള കണ്ടുപിടുത്തവും കണ്ടുപിടിച്ച് മനുഷ്യൻ പുരോഗതി എത്തിയപ്പോൾ
അവൻ്റെ മനസ്സിൽ ഒരു കാര്യം തോന്നി. അതായത് ഇത്രയും നമുക്ക് നൽകിയ, ക്ഷേമത്തോടെ നൽകിയ ഒരു പരാശക്തി, ഒരു വലിയ ശക്തി ഭൂമിയിൽ ഉണ്ട്. ആ ശക്തിയെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഗുരുദേവൻ്റെ ദൈവദശകത്തിൽ പാടിയത്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നമ്മളെല്ലാം പാടി കേട്ടതല്ലേ? അന്നവും വസ്ത്രവും പാർപ്പിടവും തന്ന് നമ്മളെ അനുഗ്രഹിച്ച ഈ ശക്തി ഏതൊരു ശക്തിയാണോ അതാണ് നമുക്ക് തമ്പുരാൻ. അപ്പോൾ ആ ശക്തിയെ നമ്മൾ ഒന്ന് കണ്ടുപിടിക്കണം എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു. നമ്മൾ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എവിടേക്ക് പോകുന്നു? സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം എന്ന ബോധം മനസ്സിൽ ഉണ്ടായി. അങ്ങനെ അവർക്ക് ഇതെല്ലാം കൊടുത്ത് സംരക്ഷിച്ച് ദൈവത്തെ തേടി പോയപ്പോൾ അവർ കണ്ടത് എന്താണെന്നറിയാമോ? ഇതെല്ലാം സത്യമാണ്, ശിവമാണ്, സുന്ദരമാണ്. ഈ ദൈവം എന്ന ഒരവസ്ഥ സത്യം, ശിവം, സുന്ദരം എന്ന് തന്നെയാണ്. ആ തമ്പുരാൻ മനുഷ്യനിൽ തന്നെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മനുഷ്യനിൽ തന്നെ അവനവനിൽ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. മനുഷ്യൻ്റെ ഉള്ളിൽ അവനവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ശക്തി തന്നെയാണ്. അതായത് കല്ലിലും മണ്ണിലും ഭൂവിലും കുരുന്നിലും എല്ലാം ഉള്ളത് ആ ശക്തി തന്നെയാണ്. അവൻ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞു. ആ ശക്തിയെ കണ്ടെത്താൻ അവർ പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ ഓരോ കാലാനുസൃതമായി ഓരോരോ ജന്മങ്ങൾ ഭൂമിയിൽ ഉണ്ടായി. മനുഷ്യനായി ജീവിച്ച് മനുഷ്യനിൽ സത്യം, ശിവം, സുന്ദരം എന്ന അവസ്ഥ വളർത്തി ദൈവങ്ങളായവർ തന്നെയാണ് നമ്മൾ പൂജിക്കുന്ന ഇപ്പോഴത്തെ ദൈവങ്ങൾ. അത് ഓരോരുത്തരുടെയും പ്രവൃത്തി അനുസരിച്ച് ശിവനെന്നും വിഷ്ണുവെന്നും കൃഷ്ണനെന്നും ഈ നബിയെന്നും യേശുവെന്നും ഒക്കെ പേരിട്ട് വിളിച്ചു. അത്രയേ ഉള്ളൂ. നമ്മൾ മനുഷ്യർ തന്നെയാണ് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന ആ ശക്തിക്ക് ഓരോരോ സമയത്ത് ഓരോരോ കാലഘട്ടത്തിൽ ഭൂമിയിൽ പിറന്നു വീണ മഹാത്മാക്കൾ തന്നെയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. ഓരോ ആത്മാവും, അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ഓരോ ആത്മാവും ജനിക്കുമ്പോൾ തന്നെ ദൈവിക ശക്തി ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്ന്. ഓരോ ആത്മാവും ജനിക്കുമ്പോൾ തന്നെ ഈശ്വരനായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. ആ ഈശ്വരൻ എന്ന ആ ഒരു പദവി, സത്യം, ശിവം, സുന്ദരം എന്ന ആ ഒരു തത്വം എല്ലാം ആത്മാവിലും ഉണ്ട്. അവർ ജനിച്ച് ജീവിക്കുമ്പോൾ അതെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് അവർ ദൈവങ്ങളായി മാറുന്നത്. അപ്പോൾ അതിന് എന്താ വേണം? അതിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ അലങ്കരിക്കണം. നല്ലപോലെ മാനിഫെസ്റ്റ് ഇറ്റ് വിത്തിൻ അവർ സെൽഫ്സ് ആണ്. ആ ഒരു ഡിവിനിറ്റിയെ വി ഹാവ് ടു മാനിഫെസ്റ്റ് ദാറ്റ് ഡിവിനിറ്റി വിത്തിൻ അസ് ബൈ കൺട്രോളിങ് അവർ നേച്ചർ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ, നമ്മുടെ പ്രകൃതം ആന്തരികമായും ബാഹ്യമായും നിയന്ത്രിച്ച് ഈ ജനിക്കുമ്പോൾ കിട്ടിയ ഡിവിനിറ്റിയെ നമ്മളിലേക്ക് തന്നെ അലങ്കരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് പറ്റുന്നത് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ വർക്ക് ആൻഡ് വർഷിപ്പ്. അത് പ്രവൃത്തിയിലൂടെയും ആരാധനയിലൂടെ പ്രാർത്ഥനയിലൂടെയും മാത്രമേ നേടാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പ്രവൃത്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മൾ ജനിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായ ഡിവിനിറ്റി, അതായത് ആ സത്യം, ശിവം, സുന്ദരം എന്ന അവസ്ഥയിലേക്ക് ആ ഡിവിനിറ്റി എത്തിക്കാൻ നമ്മൾ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തന്നെയാണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് തത്വമസി. അത് നീയാകുന്നു. ദൈവം എന്ന ഒരു വാക്ക് അത് നീയാകുന്നു എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആന്തരികമായ വെളിച്ചം വളരുമ്പോൾ മാത്രമാണ് ബാഹ്യമായ സൗന്ദര്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ സത്യം എന്ന ശിവം, സുന്ദരം എന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മളുടെ ലതാ മങ്കേഷ്കർജി പാടിയൊരു മനോഹര പാട്ടുണ്ട്. ഞാൻ പാടാൻ അറിയാത്തവളാണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. എനിക്ക് പാടാൻ അറിയില്ല. പക്ഷേ എങ്കിലും ആ പാട്ടിൻ്റെ ഒരു 2 വരി നമ്മളല്ല 2 വരിയെല്ലാം മൊത്തമായിട്ടൊന്ന് പാടിയൊന്ന് ആസ്വദിച്ച് നോക്കിയാൽ ദൈവം എന്താണെന്ന്
മനസ്സിലാക്കും. വളരെ മനോഹരമായി പാടിയ ലതാജിയോട് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പാട്ടിൻ്റെ 2 വരി ഒന്ന് പറയാം. കാരണം നമ്മൾ അത് അറിയണം. ഈശ്വര സത്യ ഹേ, സത്യ ഹി ശിവ ഹേ, ശിവ ഹി സുന്ദർ ഹേ. ശരിക്കും അത് ഭംഗിയായിട്ടൊന്ന് പാടണം. ഈശ്വരൻ സത്യമാണ്. അപ്പോൾ സത്യം തന്നെയാണ് ഈശ്വരൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ സത്യമാണ്. ആ സത്യം എന്നത് ശിവനാണ്. അപ്പോൾ ഈശ്വരൻ ശിവനാണ്. ശിവം എന്ന വാക്കിനർത്ഥം സർവരുടെയും മംഗളത്തിനായി സ്വയം ത്യജിച്ച് പ്രവർത്തിക്കുക എന്ന അർത്ഥമുള്ള വാക്കാണ്. അപ്പോൾ ശിവം എന്ന വാക്ക് അതാണ് അർത്ഥം. ശിവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഈശ്വരൻ സത്യമാണെങ്കിൽ ആ ശിവൻ സുന്ദരമാണ്. ആ സത്യം ശിവം സുന്ദരമാണ്. ആ അവസ്ഥ സുന്ദരമാണ്. ഈ 3 അവസ്ഥയിലേക്കും നമ്മൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. അല്ലാതെ ദൈവം ആരാണ് എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്തരം ഉണ്ട്. അതായത് ഗോഡ് ഈസ് എ ബിഗ് ഫൈൻ good looking gentle old man, kind and merciful, and more than that the master over the whole world. ദൈവം വിവേകിയും വിവേകിയും സുന്ദരനും ആയ ഒരു വലിയ മനുഷ്യൻ, സൗന്ദര്യമുള്ള ഒരു വലിയ പ്രായമെത്തിയ മനുഷ്യനാണ്, ഈ ലോകത്തിൻ്റെ അധിപനാണ് എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അല്ല കേട്ടോ, ഈശ്വരൻ അതല്ല. നമ്മൾ വിശ്വസിക്കുന്ന വിവേകിയായ വലിയ പ്രായമുള്ള സൗന്ദര്യനായ ദയാലുവായ ഒരു വലിയ മനുഷ്യൻ അല്ല. സത്യം ശിവം സുന്ദരം എന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. ആ ഭാവത്തെ നമ്മൾ വളർത്തണം. അത് വളർത്തി നമ്മളിലേക്ക് വലുതാക്കുമ്പോൾ അത് തന്നെയാണ് ദൈവം. ഇങ്ങനെ സത്യം ശിവം സുന്ദരം എന്ന അവസ്ഥ വളർത്തി കാലോചിതമായി ചെയ്യേണ്ടുന്ന നല്ല കർമ്മങ്ങൾ ചെയ്തും ചെയ്യേണ്ടാത്ത പ്രവൃത്തികളിൽ പ്രതിഷേധം കാണിച്ചും ഒക്കെ നല്ലതുപോലെ ജീവിച്ച് വളർന്ന മനുഷ്യരാണ് ദൈവങ്ങളായത്. അവരെക്കാണ് നമ്മൾ ഓരോ പേരിട്ട് വിളിച്ചതും ആരാധിക്കുന്നതും എല്ലാം. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്നത് ആരാണെന്ന് വെച്ചാൽ വസുദേവപുത്രനായ ഒരു വലിയ മനുഷ്യൻ എന്നാണ്. അതല്ല, അത് സച്ചിദാനന്ദ രൂപമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്ത് ചിത്ത് ആനന്ദം, സത്യം ശിവം സുന്ദരം, അത് തന്നെയാണ് ദൈവം എന്ന് നമ്മൾ ഓർക്കണം. അതായത് നമ്മുടെ മനസ്സിൽ ഈ 3 ഭാവങ്ങളും ഉണ്ടാവുമ്പോൾ അത് തന്നെയാണ് ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് വേണ്ടി ഒരു മോശവും ഒരു ചീത്തയും വരാൻ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഈശ്വരനെ കാണാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഉള്ളിലെ ഉള്ള ഒരു ഈശ്വര ശക്തി തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവിയുടെയോ ദേവൻ്റെയോ ഈ പ്രതിബിംബത്തിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ആരും അഹങ്കരിച്ച് ഈ ദൈവം എൻ്റേതാണ്, ഇവിടെ കുടികൊള്ളുന്ന ദേവി എൻ്റേതാണ് എന്ന് ഒരു അഹങ്കാരഭാവവും വേണ്ട. ചിലർക്ക് ക്ഷേത്രങ്ങളിൽ ജോലി കിട്ടിയാൽ, എന്തെങ്കിലും ചെറിയ ജോലി കിട്ടിയാൽ അവരുടെ മനസ്സിൽ ഒരു അഹങ്കാരം കാണും. ഈ ദൈവം അല്ലെങ്കിൽ ഈ ദേവി എൻ്റേതാണ്, എനിക്കുള്ളതാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവം മാത്രമാണ്, ഞാൻ അർപ്പിക്കുന്നത് സ്വീകരിക്കുകയും എന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്നിലേക്ക് കൃപ ചൊരിയുന്നതും ആണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. എന്താണ് കൃപ എന്നറിയാമോ? നമ്മൾ ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മളിലേക്ക് തരുന്ന അനുഗ്രഹമാണ് കൃപ. അങ്ങനെ നമ്മൾ ദൈവത്തോടടുക്കണമെങ്കിൽ നമ്മളിൽ ഒരു ഭാവം ഉണ്ടാവണം, സത്യം ശിവം സുന്ദരം എന്ന ഒരു ഭാവം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ദൈവങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് ഭൂമിയിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളിലൂടെ എല്ലാ യശസ്സും നേടിയ മഹത് വ്യക്തികൾ തന്നെയാണ്. അവർക്ക് വേണ്ടുന്ന ഓരോരുത്തർക്കും വേണ്ടുന്ന രൂപവും ഭാവവും നൽകി മനുഷ്യർ തന്നെയാണ് ദൈവത്തെ സൃഷ്ടിച്ചതും ഉണ്ടാക്കിയതും. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ ആ നീ എന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അത് തന്നെയാണ് സത്യം എന്ന് വിശ്വസിക്കുക. ഇഷ്ടമുള്ളവർക്കെല്ലാം വിശ്വസിക്കാം, ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഇനി ക്ഷേത്രത്തിൻ്റെ കൊടിക്കൂറ എന്തുകൊണ്ടാണ് താഴേക്ക് പറക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. കാരണം എല്ലാ അമ്പലങ്ങളിലും ഉത്സവം തുടങ്ങുമ്പോൾ കൊടിയേറ്റ് നടക്കാറുണ്ട്. സാധാരണ എല്ലാ കൊടിയും കാറ്റത്തിങ്ങനെ പറക്കുകയാണ്. പക്ഷേ ഈ ഉത്സവത്തിൻ്റെ കൊടിക്കൂറ എന്തുകൊണ്ട് താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു എന്ന് നമ്മൾ അറിയണം. ആ വീഡിയോയുമായി ഞാൻ വരാം. നന്ദി, നമസ്കാരം.